നടിയെ ആക്രമിച്ച കേസിൽ ഈ മാസം 11-ന് വാദം പൂർത്തിയാകും. കേസ് വിധി പറയാൻ വേണ്ടി മാറ്റും. ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷബ്ന, കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, കേരളത്തിലെ മുൻനിര നടന്മാരിൽ ഒരാൾ പ്രതിയായ കേസിന്റെ വിചാരണ ഘട്ടങ്ങളിൽ ഉടനീളം വലിയ വിവാദങ്ങൾ ഉണ്ടായി. കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായി. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വിധങ്ങളുള്ള ആരോപണങ്ങൾ ഉണ്ടായി. അങ്ങനെ വളരെ പ്രമാദമായ ഒരു കേസിൽ ഇപ്പോൾ വാദം പൂർത്തിയാവുകയാണ്, വിധിയെത്തുകയാണ്. ബിനിൽ, തീർച്ചയായും. കാരണം 2020 ജനുവരി 30-നാണ് ഈ കേസിന്റെ വിചാരണ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കുന്നത്. പ്രത്യേക കോടതിയിൽ ഇതിന്റെ വിചാരണ തുടങ്ങി 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇതിൽ വിചാരണ നടപടികൾ പൂർത്തിയാകുന്നത്. ഈ കേസിൽ ഏതായാലും 11-ാം തീയതി, അതായത് കോടതി മധ്യവേനൽ അവധിക്ക് അടയ്ക്കുന്ന 11-ാം തീയതിയോട് കൂടി ഇതിന്റെ വിചാരണയുടെ ഭാഗമായിട്ടുള്ള നടപടികളെല്ലാം പൂർത്തീകരിക്കണം എന്ന് കോടതി തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വാദം അടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗവും പൂർത്തിയാക്കും. തുടർന്ന് ഈ കേസ് വിധി പറയാൻ മാറ്റും. ഏകദേശം 2 മാസത്തോളം ശേഷമായിരിക്കും ഇതിൽ വിധി വരിക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജൂൺ ആദ്യവാരത്തിൽ തന്നെ ഇതിന്റെ വിധി വരാനാണ് സാധ്യത. നമുക്കറിയാം, ഈ കേസ് 2017 ഫെബ്രുവരിയിലാണ് ഈ കേസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ കേസിൽ 2017 ജൂലൈ 10-ന് നടൻ ദിലീപ് അറസ്റ്റിലാകുന്നു. 86 ദിവസത്തിന് ശേഷം ദിലീപിന് ജാമ്യം ലഭിക്കുന്നു. 2017 നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഈ 2017 കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് 2020 ജനുവരി 30-ന് മാത്രമാണ്. ഈ കേസിൽ 1600 രേഖകളാണ് പോലീസ് കൈമാറിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസാണ് ഈ കേസിൽ വാദം പൂർത്തിയാക്കി ഇപ്പോൾ ഈ കേസ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചിരിക്കുന്നത്. 261 സാക്ഷികളെ ഈ കേസിൽ വിസ്തരിച്ചു. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ വിസ്തരിക്കാൻ വേണ്ടി മാത്രം 1 മാസം സമയം എടുത്തിരുന്നു. അത്തരത്തിൽ ദീർഘമായ വിസ്താരം പൂർത്തിയാക്കിയാണ് ഈ കേസ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ജൂൺ ആദ്യത്തോടു കൂടി ഇതിന്റെ വിധി വരും എന്നാണ് അഭിഭാഷകരടക്കം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഈ മാസം 11-ന്, അതായത് കോടതി വേനലവധിക്ക് അടയ്ക്കുന്നതിന് തൊട്ടു മുൻപായി വാദം പൂർത്തിയാക്കും. കേസ് വിധി പറയാൻ വേണ്ടി മാറ്റും. ജൂൺ മാസം തുടക്കത്തോടെ ഇതിൻ്റെ വിധി പുറത്തു വരും. കേരളം കാത്തിരിക്കുന്ന, ഇന്ത്യ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലെ വിധി പുറത്തു വരുമെന്നാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്ന സിയാദ് റിപ്പോർട്ട് ചെയ്യുന്നത്.